The definition of redesign iOS 26 ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ഐഫോൺ എക്സ്പീരിയൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അതോടൊപ്പം ആപ്ലിക്കേഷൻസിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പുതിയ എക്സ്പീരിയൻസും ഫ്രഷ്നെസ്സുമാണ് തരുന്നത്. iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഐഫോണിൻ്റെ ടിപ്സും ട്രിക്സും അപ്ഡേഷൻസും എല്ലാ ആപ്പിളിൻ്റെ കാര്യം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു iOS 26. ഏറ്റവും ആദ്യം നമ്മുടെ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു വാൾപേപ്പറിനുള്ളിൽ കൂടെ എല്ലാ ഫോൾഡേഴ്സിലും നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, എൻ്റെ ആ ഒരു വാൾപേപ്പർ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേജ് ഞാൻ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു വാൾപേപ്പറിൻ്റെ എഫക്റ്റ് അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്താണ് എൻ്റെ എല്ലാ ഫോൾഡേഴ്സിനുള്ളിൽ കൂടെയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ത്രൂ ഔട്ട് OSലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഓരോ വിജറ്റ്സിൻ്റെയും റിഫ്ലക്ഷൻസും അതോടൊപ്പം ആ ഒരു ഷാഡോയും ഡെപ്തും പുതിയ ഒരു ഫ്രഷ് ലുക്കാണ് iOS 26 എല്ലാ ഐഫോൺ യൂസേഴ്സിനും തരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആപ്പിൻ്റെ ചുറ്റും നോക്കുമ്പോൾ ചെറിയ ഒരു റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ ഫോൺ തിരിക്കുന്നതനുസരിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആപ്പിൽ മാത്രമല്ല വിജറ്റ്സിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ ഈ ഒരു വിജറ്റിൽ എൻ്റെ ഫോൺ തിരിക്കുമ്പോൾ ആ ഒരു ചെറിയ റിഫ്ലക്ഷൻ പോലും ആപ്പിൾ ഇവിടെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ആപ്പിൾ ഫിസിക്സ് ക്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഓരോ റിഫ്ലക്ഷൻസും ഡെപ്തും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ഈ ഒരു OSൽ ലിക്വിഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോൾ സെൻറ്ററിലും കംപ്ലീറ്റ് ആ ഒരു OSൻ്റെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഓരോ ആപ്പിൻ്റെ ഐക്കൺസും അതോടൊപ്പം ബാക്കി എല്ലാ ഡെപ്തും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ഞാൻ ഈ ഒരു ഓരോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓരോ പേജ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു പുതിയ ഒരു ജിഗ്ലിംഗ് ആനിമേഷൻ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു ഫ്ലോ ആനിമേഷൻസ് ഇവിടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അടുത്ത പേജിലേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഈ എല്ലാ കോർണേഴ്സിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ഡെപ്തും ആ ഒരു ബൗൺസി ഫീലും. ഇനി ഈ ഒരു സെയിം ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. ഇപ്പോൾ ഈ ഒരു ലോക്ക് സ്ക്രീൻ എടുത്തപ്പോൾ ഈ ഒരു ടൈം ഡിമ്മാണ്. അതോടൊപ്പം നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ക്ലോക്കും ലോക്ക് സ്ക്രീനും ബ്രൈറ്റ് ആയതും നമ്മുടെ ഫോണിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ ക്ലോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്ലോക്ക് നമുക്ക് നല്ല രീതിക്കുള്ള ഒരു പുതിയ ഫ്രഷ് ലുക്കും ഫീലും ഈ പറഞ്ഞ ഐഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ തരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ പുതിയ വിജറ്റ് സെക്ഷൻസും കാണാൻ പറ്റും. നേരത്തെ നമ്മുടെ പൊക്കത്തുണ്ടായിരുന്ന ആ ഒരു വിജറ്റ് സെക്ഷൻ നേരെ താഴത്തേക്ക് കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് ഈ പറഞ്ഞ ലോക്ക് സ്ക്രീൻ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കസ്റ്റമൈസ് ഓപ്ഷനിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ റിഫ്ലക്ഷൻസ് ഇതേ കണ്ടോ, ആ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വാൾപേപ്പറിനനുസരിച്ചും ആ റിഫ്ലക്ഷൻ ഒരു കണ്ണാടിയിലൂടെ കാണുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്തു. കസ്റ്റമൈസ് ഓപ്ഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലോക്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത് നല്ല എസ്തെറ്റിക് വാൾപേപ്പറും അതോടൊപ്പം നല്ല ഡെപ്തുള്ള വാൾപേപ്പർ ഇടുമ്പോഴാണ് ഈ ഒരു ലോക്ക് സ്ക്രീന് ലൈഫ് വരുന്നത്. സോ നിങ്ങൾക്ക് ഓരോ അടിപൊളി വാൾപേപ്പേഴ്സും വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ടെലിഗ്രാമിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് തൊട്ട് താഴത്ത് നിങ്ങൾക്ക് വിജറ്റ് സെക്ഷൻ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊക്കത്തേക്കും അതേപോലെ നിങ്ങളുടെ ക്ലോക്കിൻ്റെ സൈസ് അനുസരിച്ച് താഴത്തേക്കും വെക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് പൊക്കത്തേക്കൊന്ന് തട്ടുകയാണ്. പൊക്കത്തേക്ക് തട്ടി വെച്ചപ്പോൾ തന്നെ ഈ പറഞ്ഞ ക്ലോക്കിൻ്റെ സൈഡിലേക്ക് ഈ ഒരു വിജറ്റ്സ് പോയിട്ടുണ്ട്. താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിജറ്റ് താഴത്തേക്ക് പോയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഓപ്ഷൻ്റെ തൊട്ട് സൈഡിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഐക്കൺ കാണാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് സ്പേഷ്യൽ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ പറഞ്ഞ വാൾപേപ്പർ ഓട്ടോമാറ്റിക്കലി ഒരു സ്പേഷ്യൽ ആയിട്ടുള്ള വാൾപേപ്പർ ജനറേഷൻ കാണാൻ പറ്റും. ഈ ഒരു ലോക്ക് സ്ക്രീൻ കുറച്ചും കൂടെ ആനിമേറ്റ് ആയതും അതേപോലെ 3D ലുക്കിലേക്ക് വന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ പോകുമ്പോൾ തന്നെ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഈ പറഞ്ഞ ത്രൂ ഔട്ട് ടൈമിൻ്റെ ക്ലോക്കിലൂടെ പോകുന്നതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം അടുത്ത വന്ന ചേഞ്ചാണ് നമ്മുടെ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു സെറ്റിംഗ്സ് പേജിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ നോക്കുമ്പോൾ സെർച്ച് ബാർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് അപ്ഡേറ്റ് വരെ നമുക്ക് പൊക്കത്തുണ്ടായ സെർച്ച് ബാർ ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ പേജ് സ്ക്രോൾ ചെയ്താലും ഈ ഒരു സെർച്ചിൻ്റെ ഓപ്ഷൻ അവിടെ തന്നെ നമുക്ക് നിലനിൽക്കും. അതോടൊപ്പം ഈ ഒരു സെർച്ചിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഓടിക്കുമ്പോൾ ആ ഒരു കൈയിൻ്റെ ആ ഒരു മൊമെൻറ്റം അനുസരിച്ച് ഒരു ലൈറ്റിൻ്റെ ഷാഡോയും പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം കുറച്ച് ഹൈലൈറ്റ് ആയി
ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്സ്റ്റ് വരെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ആവുന്നത് കാണാൻ പറ്റും. സോ ഇത്രമാത്രം ഡീറ്റെയിലിംഗ് iOS 26-ൽ ആപ്പിൾ എല്ലാ കാര്യത്തിനും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ഫേസ് ID ആൻഡ് പാസ്കോഡിൻ്റെ പുതിയ ഒരു UI എന്ന് പറയുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പുതിയ UI ആണ് നിങ്ങൾക്ക് ഫേസ് ID ആൻഡ് പാസ്കോഡിലേക്കും വരുന്നത്. അടുത്ത വന്ന കസ്റ്റമൈസേഷൻ ആണ് നമുക്ക് പുതിയ ഒരു ഐക്കൺ പാക്ക് ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് പൊക്കത്താണെന്ന ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കസ്റ്റമൈസ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ ക്ലിയർ എന്ന് പറഞ്ഞ കസ്റ്റമൈസ് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എല്ലാ ആപ്ലിക്കേഷൻസും ഒരു ക്ലിയർ ലുക്കിലേക്ക് അല്ലെങ്കിൽ ക്ലിയർ ഐക്കൺ പാക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഓരോ ക്ലിയർ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഡെപ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു നോട്ട് ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോലും ആ ഒരു വാൾപേപ്പറിൻ്റെ ഡെപ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ത്രൂ ഔട്ട് എല്ലാ വിജിറ്റ്സിലും അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പ് ഐക്കൺസിലും ക്ലിയർ ലുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പുതിയ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരെ കസ്റ്റമൈസ് ഓപ്ഷനിൽ പോകാം. കസ്റ്റമൈസ് ഓപ്ഷനിൽ ടിൻഡഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ഐഫോണിൻ്റെ കളറും അതോടൊപ്പം ആപ്പിളിൻ്റെ ഒഫീഷ്യൽ NFC യൂസ് ചെയ്യുന്ന കേസ് ഇടാണെങ്കിൽ ആ ഓരോ കേസും ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ടിൻഡഡ് ഷെയ്ഡ് ലഭിക്കുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഐഫോണിൻ്റെ ഈ ഒരു ടീൽ കളറിന് ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണിൻ്റെ ഈ ഒരു സെയിം കളർ തന്നെ ആപ്പ് ഐക്കൺസിന് വന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ സെയിം ഫീച്ചർ തന്നെ തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ ഫീച്ചറായിട്ടുള്ള ഒരു കേസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. NFC എനേബിൾ ആയിട്ടുള്ള കേസുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന കേസിൻ്റെ അതേ സെയിം കളർ തന്നെ എല്ലാ ആപ്പ് ഐക്കൺസിനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പുതിയ അപ്ഡേറ്റ് ആയ ആപ്പ് ഐക്കൺസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ക്യാമറയുടെ ആപ്പ് ഐക്കൺ നോക്കുമ്പോൾ മനസ്സിലാവും ഇത്ര നാൾ നമ്മൾ കണ്ട ആ ഒരു DSLR ബട്ടൺ മാറ്റിക്കൊണ്ട് ഒരു ലെൻസിൻ്റെ ആ ഒരു ഐക്കണാണ് ഇവിടെ ക്യാമറയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഫോട്ടോ ആപ്പിന് കുറച്ചുകൂടെ ഡെപ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നോട്ട് ആപ്പും അതോടൊപ്പം ക്ലോക്ക് ആപ്പും നിങ്ങൾക്കൊരു പുതിയ ഐക്കൺ കാണാൻ പറ്റും. അതോടൊപ്പം ഇവിടെ ടിപ്സ്, പോഡ്കാസ്റ്റ്, മെയിൽ, ആപ്പിൾ TV, ന്യൂസ് എന്നിങ്ങനെ എല്ലാ ആപ്പിളുടെ തന്നെയും ഇൻബിൽഡ് ആപ്ലിക്കേഷൻസിൽ പുതിയ ആപ്പ് ഐക്കൺസ് വന്നിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് വന്ന മേജർ ചേഞ്ച് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനാണ്. ക്യാമറ ഐക്കൺ മാറിയ പോലെ ക്യാമറയുടെ ത്രൂ ഔട്ട് ലുക്കും നമുക്കിവിടെ മാറിയിട്ടുണ്ട്. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന രണ്ട് പ്രൈമറി ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്, ഫോട്ടോയും വീഡിയോയും. അതോടൊപ്പം നിങ്ങൾക്ക് ഷട്ടർ ബട്ടണും ഏറ്റവും പൊക്കത്തായിട്ട് നിങ്ങളുടെ ക്യാമറയുടെ ആ ഒരു സൂമിങ് ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ക്യാമറ റൊട്ടേറ്റിംഗ് ഓപ്ഷനും അതോടൊപ്പം നമ്മുടെ റീസെൻറ്റ് ഫോട്ടോസും കാണുന്നുണ്ട്. ഏറ്റവും പൊക്കത്തായിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ എത്ര മെഗാ പിക്സലാണ് ഫോട്ടോ എടുക്കുന്ന റെസൊല്യൂഷൻ എന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഫോണിലെ എല്ലാ ക്യാമറ സെറ്റിങ്സും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇത് ക്യാമറയിലാണെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേറെ ഓപ്ഷൻ ആയിരിക്കും വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഓപ്ഷനിലേക്ക് ജമ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്ലാഷ്, എക്സ്പോഷർ, ആക്ഷൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ പൊക്കത്ത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ വീഡിയോയുടെ ഫ്രെയിം റേറ്റ്, റെസൊല്യൂഷൻ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കൺട്രോളും ഈ പറഞ്ഞ ക്യാമറ ആപ്പിൽ തന്നെ ആപ്പിൾ കൊണ്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കി എല്ലാ ക്യാമറ ഓപ്ഷൻസും കാണാൻ പറ്റും. ടൈം ലാപ്സ്, സ്ലോ മോഷൻ, സിനിമാറ്റിക് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നമുക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ക്യാമറ മോഡും ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെയും നിങ്ങൾക്ക് ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഓരോ പോർട്രേറ്റിന് ഓപ്ഷൻ എടുക്കുമ്പോഴും ആ ഓരോ ചെറിയ കാര്യത്തിൽ പോലും ആപ്പിൾ നല്ല ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതാണ് ഫോട്ടോസ് എന്ന് പറയുന്നത്. iOS 18 ആപ്പിളിന് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു റീഡിസൈൻഡ് ആയിട്ടുള്ള മെസ്സി റീഡിസൈൻഡ് ആയിട്ടുള്ള ഫോട്ടോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ iOS 26 വന്നപ്പോൾ നമുക്ക് കണ്ടിരുന്ന ആ ഒരു ഓൾഡ് സ്കൂൾ ആപ്ലിക്കേഷൻ, ഫോട്ടോ ആപ്ലിക്കേഷൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പ്രൊമനൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ലൈബ്രറിയും രണ്ട് കളക്ഷൻസും. പഴയ ആ ഒരു സെയിം ലുക്ക് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പഴയ ആ ഒരു സെയിം ലുക്കിൽ വന്നിരിക്കുന്നുണ്ട് തന്നെ എല്ലാ യൂസേഴ്സിനും ഈസി ആയിട്ട് അവരുടെ ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് കളക്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് മെമ്മറീസ്,
പിൻ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ആൽബം, പീപ്പിൾ ആൻഡ് പെറ്റ്സ്, നിങ്ങളുടെ ഫീച്ചർഡ് ഫോട്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. മീഡിയ ടൈപ്പ്, യൂട്ടിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും സൈഡിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ബട്ടണും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പഴയ ഫോട്ടോസ് ആപ്പ് ലഭിച്ചുകൊണ്ട് തന്നെ ഇനി യൂസേഴ്സിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എല്ലാ ഫോട്ടോസും ബാക്കി കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാനും അവർക്ക് ഏറ്റവും എളുപ്പത്തിന് പറ്റുന്നതായിരിക്കും. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ സഫാരി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ്. സഫാരിയിൽ നമുക്ക് അടിപൊളിയായ ചേഞ്ചാണ് ഈ പറഞ്ഞ OSൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു കോമ്പാക്ട് ലുക്ക് നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും. ഇവിടെ ഈ പറഞ്ഞ ഓപ്ഷൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു താഴത്തേക്ക് ജസ്റ്റ് നമ്മുടെ അഡ്രസ് ബാർ സ്ക്യൂസ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ പോലും നിങ്ങൾക്ക് ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് കണ്ടോ, ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ പോപ്പപ്പ് ആയിട്ട് വന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലുക്സ് ആണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ചെറിയൊരു ചേഞ്ച് മനസ്സിലാവും. സെർച്ച് ബാർ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ത്രൂ ഔട്ട് നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ സെർച്ച് എപ്പോഴും താഴത്തുള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. നമുക്കിവിടെ സഫാരി എന്ന് ടൈപ്പ് ചെയ്യാം. സഫാരി എന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് താഴത്തേക്ക് പോകുമ്പോൾ 3 പുതിയ ലുക്കാണ് വന്നിരിക്കുന്നത്. കോമ്പാക്ട്, ബോട്ടം ആൻഡ് ടോപ്പ്. ബോട്ടം എടുത്തതിനാൽ നിങ്ങൾക്ക് ഇതേപോലൊരു ചെറിയ ചേഞ്ച് ഈ പറയുന്ന സഫാരിയിൽ കാണാൻ പറ്റും. അടുത്ത വന്ന ചേഞ്ച് ടോപ്പ് എന്നാണ്. ടോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ് ബാർ പൊക്കത്തേക്ക് പോയതും അതോടൊപ്പം കൺട്രോൾസ് എല്ലാം താഴത്തേക്ക് വന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ പറഞ്ഞ സഫാരിയിൽ മാറ്റാവുന്നതാണ്. ഓരോ ലുക്കും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതാണ് ആനിമേഷൻസ് എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷൻസിലും ഇപ്പോൾ ഒരു പുതിയ പോപ്പപ്പ് ആനിമേഷൻസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോ ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലുക്ക്, ആ ഒരു പോപ്പപ്പിംഗ് ആനിമേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ല സ്മൂത്തായിട്ടും അതോടൊപ്പം ആ ഒരു ഫ്ലോയിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ. ആൻഡ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന ആ ഒരു ആനിമേഷൻ പോലും നല്ല സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സെയിം ഫീല് ആപ്ലിക്കേഷൻസിൽ ത്രൂ ഔട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അടുത്ത ചേഞ്ചാണ് ഫോൺ ആപ്പ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റീചേഞ്ച് ചെയ്യുന്ന ഒരു പുതിയ യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് ഫോൺ ആപ്പിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും പൊക്കത്ത് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫേവറേറ്റ് ആയ ആൾക്കാരും അതോടൊപ്പം റീസെൻറ്റ് കോൾസും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും താഴത്ത് റീസെൻറ്റ്, കോൺടാക്ട്, കീപാഡ് ആൻഡ് സെർച്ച് എന്നീ പറഞ്ഞ 4 ഓപ്ഷൻസും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. പഴയ ആ ഒരു സെയിം ലേഔട്ട് തന്നെ മതിയെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ യൂണിഫൈഡ് എന്ന ഓപ്ഷനും നമ്മുടെ പഴയ ക്ലാസിക് എന്ന് പറഞ്ഞ ഓപ്ഷനും. ചില കൂട്ടുകാർക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ യൂസ് ടു ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിക് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഫിൽട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂണിഫൈഡിൽ നിങ്ങൾക്ക് പുതിയ കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. കോൾസ്, മിസ്ഡ്, വോയിസ് മെയിൽ ആൻഡ് മാനേജ് ഫിൽട്ടറിംഗ് എന്ന ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഈ ഒരു ഫോൺ ആപ്പിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമതാണ് അൺനോൺ കോളേഴ്സിൻ്റെ ഒരു കോൾ ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പാടാത്ത ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ നിന്നൊക്കെ കോൾ വരികയാണെങ്കിൽ ആ ഒരു കോള് കറക്റ്റ് സ്പാം ആണോ അല്ലെങ്കിൽ ഹ്യൂമൻ ആണോ എന്ന് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഐഫോണിലേക്ക് ആപ്പിൾ ഈ ഒരു കോള് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മിസ് കോൾസും വോയിസ് മെയിലും അൺനോൺ സെൻഡേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് അറിയാൻ പാടാത്ത ഒരാളാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ കോൾ ഹിസ്റ്ററിയിൽ നമുക്ക് കാണിക്കില്ല. മാനേജിങ് ഫിൽട്ടേഴ്സിലായിരിക്കും ഈ പറയുന്ന അൺനോൺ നമ്പേഴ്സും സ്പാം കോൾസും നമുക്ക് വന്ന് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ കുറച്ചധികം അൺനോൺ കോളേഴ്സിൻ്റെ സ്ക്രീനിങ്ങും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇവിടെ നെവർ, ആസ്ക് ഫോർ റീസൺ ഫോർ കോളിംഗ് ആൻഡ് സൈലൻസ് എന്നീ പറഞ്ഞ 3 ഓപ്ഷൻസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് അൺനോൺ നമ്പേഴ്സ് കോൾ ചെയ്യുകയാണെങ്കിൽ കാണില്ല. അതോടൊപ്പം ഇവിടെ 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ വിളിക്കുന്നതെന്നുള്ള കറക്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് കാര്യം പറഞ്ഞാലാണ് ഈ പറഞ്ഞ കോള് നമ്മുടെ ഫോണിലേക്ക് ഡീവിയേറ്റ് ചെയ്യുള്ളൂ. 3ാമത്താണ് സൈലൻസ് എന്ന് പറയുന്നത്. അൺനോൺ നമ്പേഴ്സോ അല്ലെങ്കിൽ അൺസേവ്ഡ് നമ്പേഴ്സിനോ കോൾ വരികയാണെങ്കിൽ ആ ഒരു കോള് നമ്മുടെ ഫോണിൽ കാണിക്കുകയില്ല. ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ ഫിൽട്ടർ ഓപ്ഷൻ എടുത്താൽ മാത്രമാണ് ആ ഒരു കോള് നമുക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന. ഇങ്ങനെ 3 ഓപ്ഷൻസും ഫിൽട്ടർ കോളിങ്ങിലും നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷനിൽ 7 പുതിയ റിംഗ് ടൂൺസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ഈ പറയുന്ന സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് ഓപ്ഷൻ എടുക്കാം.
റിംഗ് ടൂൺ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും പക്കത്ത് റിഫ്ലക്ഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 പുതിയ റിംഗ് ടൂൺസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ബോയോണ്ട് ക്ലിക്ക് ചെയ്യാം. ഇനി ഡ്രീമർ, ഇനി പോണ്ട് ക്ലിക്ക് ചെയ്യാം. പോപ്പ്, അടുത്ത റിഫ്ലക്റ്റഡ്, ഇനി സെർച്ച്, ഇനി ഇതിലൊന്നും പെടാതെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ലിറ്റിൽ ബേർഡ് എന്ന് പറഞ്ഞ പുതിയ റിംഗ് ടോണും ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഉള്ള ഇപ്പോഴത്തെ റിംഗ് ടോൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് റിംഗ് ടോൺ ഏതാണെന്ന് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത വന്ന ചേഞ്ചാണ് മെസ്സേജിങ് ആപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കംപ്ലീറ്റ് റീഡിസൈൻ ലുക്കാണ് ഇവിടെ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോ, ബാക്ക്ഗ്രൗണ്ട്, ഫോട്ടോസ്, ലിങ്ക്സ് എന്നീ പറഞ്ഞ നിങ്ങൾ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നൺ, ഫോട്ടോസ്, കളേഴ്സ്, പ്ലേ ഗ്രൗണ്ട് എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസും സജഷൻസും ഇവിടെ ആപ്പിൾ നമുക്ക് തരുന്നുണ്ട്. ഈ പറഞ്ഞ പ്ലേ ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമേജ് പ്ലേ ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കറക്റ്റ് പ്രോംപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് ആ ഓരോ ഇമേജും നിങ്ങളുടെ മെസ്സേജിങ് ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു മെസ്സേജിങ് ആപ്പിൽ ഇനി മുതൽ നിങ്ങൾക്ക് പോളിംഗ് സിസ്റ്റവും നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഈ പറയുന്ന പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യാം. പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും പുതിയ പോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ആപ്പിൾ ക്യാഷ് ഈ പറഞ്ഞ iMessageലൂടെ തന്നെ ഗ്രൂപ്പ് ചാറ്റിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇനി മുതൽ വർക്കൗട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നേരെ നമ്മുടെ ഫിറ്റ്നസ് ആപ്പ് എടുക്കാം. ഫിറ്റ്നസ് ആപ്പിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വർക്കൗട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മൾട്ടിപ്പിൾ വർക്കൗട്ട്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ പുതിയ വർക്കൗട്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും പൊക്കത്ത് ഈ പറഞ്ഞ ടോപ്പ് റൈറ്റ് സൈഡിൽ HRM ഡിവൈസ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാനും അതോടൊപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിലൂടെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വർക്കൗട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ പുതിയ മീഡിയാസ് കണക്ട് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ബഡിയുടെ ഓപ്ഷനും ഇവിടെ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. വർക്കൗട്ട് ബഡി എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വർക്കൗട്ട് കമ്പാനിയാണ് വർക്കൗട്ട് ബഡി എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റിൻ്റെയും അതോടൊപ്പം ബാക്കിയുള്ള മെട്രിക്സ് ഓപ്ഷൻസും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് പുതിയ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് iOS 26ലേക്ക് വരുമ്പോൾ ആപ്പിൾ 2 പുതിയ ആപ്ലിക്കേഷൻസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗെയിംസ്, 2 പ്രിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർലി ആ ഒരു പേര് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഗെയിംസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഐഫോൺ യൂസേഴ്സിൽ കുറേ പേര് ഗെയിമേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഗെയിംസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ വന്നുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഗെയിംസും അച്ചീവ്മെൻറ്റ്സും അതിൻ്റെ ഇവൻറ്റ്സും ഈ പറഞ്ഞ സെയിം സിംഗിൾ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹോം, ആർക്കേഡ് ആൻഡ് ഫ്രണ്ട്സ്, ലൈബ്രറി, സെർച്ച് ബട്ടൺ എന്നിങ്ങനെ കുറച്ചധികം മാറ്റങ്ങളാണ് ഈ പറഞ്ഞ പുതിയ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് എല്ലാ ഗെയിംസും ബാക്കി ഡീറ്റെയിൽസും ഈ ഒരു സിംഗിൾ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്ത ആപ്ലിക്കേഷനാണ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിവ്യൂ ആപ്ലിക്കേഷൻ നമ്മൾക്ക് ഫെമിലിയർ ആവുന്നത് മാക് OSലാണ്. മാക് OSൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രിവ്യൂ സിസ്റ്റം നമുക്ക് ഐഫോണിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഇനി മുതൽ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പ്രിവ്യൂ ആപ്ലിക്കേഷൻ PDF, ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ്, സ്കാൻ ഡോക്യുമെൻറ്റ്സ് എന്നീ പറഞ്ഞ ഓപ്ഷൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ മ്യൂസിക്സോ വീഡിയോസോ എഡിറ്റ് ചെയ്യാനോ വേറൊരു കാര്യത്തിനും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് ഫേസ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ഫോൺ ആപ്പിൽ വന്നിരിക്കുന്ന അതേ സെയിം ചേഞ്ചും ലേഔട്ടും പുതിയൊരു ഇൻ്റർഫേസുമാണ് ഈ പറയുന്ന ഫേസ് ടൈം ആപ്പിലും നമുക്ക് വന്നിരിക്കുന്നത്. ഫേസ് ടൈം ആപ്പിൻ്റെ ഫസ്റ്റ് യൂസർ ഇൻ്റർഫേസ് തന്നെ നമ്മുടെ റീസെൻ്റ് ആപ്സും അതോടൊപ്പം നമ്മൾ നേരത്തെ വിളിച്ചിട്ടുള്ള എല്ലാവരും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബിഗർ ലുക്ക് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് തൊട്ടുപുറത്ത് കാണിക്കുന്ന ഈ ഒരു ഫിൽട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾസ്, മിസ്ഡ്, വീഡിയോ, വോയിസ് മെയിൽ, സ്പാം എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ ആപ്പിൾ ഫേസ് ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്ന ചേഞ്ചാണ് ബാറ്ററി എന്ന് പറയുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ ബാറ്ററി ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ
ഏറ്റവും പുതിയ ചേഞ്ച് ഈ പറഞ്ഞ യൂസർ ഇൻ്റർഫേസിൽ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും പൊക്കത്ത് നിങ്ങളുടെ ഫോൺ എപ്പോഴാണ് ചാർജ് ചെയ്തത്, എത്ര പെർസെൻറ്റേജ് ചാർജ് ചെയ്തെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ബാറ്ററിയും കാണാൻ പറ്റും. തൊട്ട് താഴെ നമുക്ക് ഡെയിലി യൂസേജിൻ്റെ ഒരു സമ്മറിയും കാണാൻ പറ്റും. ഏറ്റവും താഴെ ഈ ഒരു മൂന്നാമത്തെ സെഷനിൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത്, ചാർജിങ്, പവർ മോഡ്, ബാറ്ററി പെർസെൻറ്റേജ് എന്നതിനെ കുറച്ചധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഈ പറഞ്ഞ പവർ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ഒരു അഡാപ്റ്റീവ് പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളുടെ ഐഫോണിൽ കാണാൻ പറ്റും. ഈ പറഞ്ഞ ഓപ്ഷനിൽ അഡാപ്റ്റീവ് പവറും അഡാപ്റ്റീവ് പവറിൻ്റെ നോട്ടിഫിക്കേഷൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ അഡാപ്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ അൺവാണ്ടഡ് ആയിട്ട് പോകുന്ന ബാറ്ററി ചാർജിൻ്റെ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യും. നമ്മുടെ ഫോണിൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് കൺട്രോൾ ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ഫൈനലി ആപ്പിളിൽ ഈ പറയുന്ന ഫോൺ ചാർജ് കുത്തുമ്പോൾ എത്ര നേരത്തിനുള്ളിൽ ചാർജ് കയറും എന്നുള്ള ഓപ്ഷനും ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ഇവിടെ ടൈം മാത്രമാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഓൺ ചെയ്യുമ്പോൾ എത്ര ശതമാനം ചാർജ് ആയിട്ടുണ്ട്, 80% ആണെങ്കിൽ 35 മിനിറ്റ് എടുക്കും എന്നുള്ള ഓപ്ഷനും ഇവിടെ ആപ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 32 മിനിറ്റ് ആണ്. ഇതേപോലെ ഫൈനലി നമ്മുടെ എല്ലാ ഐഫോൺ ചാർജ് ചെയ്യുമ്പോഴും ആ ഒരു ചാർജിങ് എത്ര വേഗത്തിനുള്ളിൽ ചാർജ് ആവും, എത്ര നേരത്തിനുള്ളിൽ ഈ പറഞ്ഞ ചാർജ് കംപ്ലീറ്റ് ആകും എന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് വരുന്നതാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് സ്ക്രീൻഷോട്ടിൽ കുറേയധികം ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു സ്റ്റോറിയുടെ ഫുൾ ഒരു സ്ക്രീൻഷോട്ട് കാണാം. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് സബ്മറി. ഈ ഒരു ഫുൾ സ്റ്റോറിയുടെ സമ്മറി ഒരു സിംഗിൾ ക്ലിക്കിൽ എനിക്ക് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് വലിയ വലിയ വെബ്സൈറ്റിൽ നിന്ന് ആ ഒരു ഫുൾ പേജും ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സബ്മറൈസ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ചാറ്റ് ജിപിറ്റിയുടെ ഒരു ആസ്കിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ ചാറ്റ് ജിപിറ്റി എടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കോൺസേർട്ടോ അല്ലെങ്കിൽ ഇവൻറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു ഇവൻ്റ് ആയിട്ട് ജസ്റ്റ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പുതിയ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു ഡേറ്റും വെന്യൂവും അനുസരിച്ച് ആഡ് ടു കലണ്ടറിൻ്റെ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു വെന്യൂയുടെ പേരും ബാക്കി ഡീറ്റെയിൽസും എല്ലാ ഇവൻ്റെ ഫുൾ കാര്യങ്ങളും എനിക്ക് ഇവിടെ ഒരു ഇവൻ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ഇവൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എഡിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എഡിറ്റും എനിക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് സ്ക്രീൻഷോട്ടിന് ഒരു സെപ്പറേറ്റ് പേജ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ജനറൽ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻ ക്യാപ്ചർ എന്നൊരു പുതിയ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീൻ പ്രിവ്യൂ എന്ന ഓപ്ഷനാണ് ആദ്യം വന്നിരിക്കുന്നത്. അത് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു പേജ് ആയിരിക്കും ഏറ്റവും ആദ്യം നമുക്ക് കാണിക്കുന്നത്. ആ ഒരു പേജ് വേണ്ട. യൂഷ്വലി പണ്ടത്തെ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാലും മതി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇനി മുതൽ സ്ക്രീൻഷോട്ടിന് 2 ഫോർമാറ്റിലും ചെയ്യാൻ പറ്റും. ഇവിടെ HDR ആയിട്ടും SDR ആയിട്ടും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും ക്യാപ്ചർ ചെയ്യാം. കാർപ്ലേയുടെ സ്ക്രീൻഷോട്ട് ഇവിടെ എനേബിൾ ചെയ്യാം. അതോടൊപ്പം ഓട്ടോമാറ്റിക് വിഷ്വൽ ലുക്കപ്പ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒബ്ജക്റ്റ്, പ്ലേസ് എന്നീ പറഞ്ഞ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ വിഷ്വൽ ലുക്കപ്പിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഐഫോണിലേക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതേപോലെ ആവശ്യമുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സർക്കിൾ ചെയ്യുന്ന ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഗൂഗിൾ റിസൾട്ടിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ആസ് എ ആൻഡ്രോയിഡ് യൂസർ മേ ബി ഇതെല്ലാവർക്കും സുപരിചിതമായിരിക്കും. പക്ഷേ ഫോർ എ ഐഫോൺ യൂസേഴ്സ് അൾട്ടിമേറ്റ്ലി ഈ ഒരു ഫീച്ചർ ഫ്രഷും അതോടൊപ്പം തന്നെ നമുക്ക് ഇംബിൾഡായിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിരുന്ന കാര്യമാണ് നമ്മുടെ ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് ഇനി മുതൽ ചാറ്റ് ജിപിറ്റി ഇൻ്റഗ്രേഷനും കൂടെ വന്നുകൊണ്ട് ഈ പറയുന്ന ചാറ്റ് ജിപിറ്റി ഇമേജ് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഇമേജ് പ്ലേ ഗ്രൗണ്ടിലൂടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ചാറ്റ് ജിപിറ്റി എടുക്കാം. ചാറ്റ് ജിപിറ്റിയിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 6 പുതിയ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ എനി സ്റ്റൈൽ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ പുതിയ ഒരു കാര്യം ടൈപ്പ് ചെയ്യാണ്. ഗ്രീൻ ചെറി ഇൻ എ ടേബിൾ എന്ന് ഞാൻ കൊടുത്തു. സെർച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണക്ടിവിറ്റിയും ബാക്കി കാര്യങ്ങളും യൂസ് ചെയ്തായിരിക്കും ഈ പറഞ്ഞ റിസൾട്ടിൻ്റെ ആ ഒരു ടൈം എടുക്കുന്നത്. ഇപ്പോൾ ചാറ്റ് ജിപിറ്റി വെച്ച് പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലോഡിംഗ് ഗ്ലിഫ് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ലോഡിംഗ് ഗ്ലിഫിൽ പോലും ഇമേജ് പ്ലേ ഗ്രൗണ്ട് ആ ഒരു ലുക്കും അതോടൊപ്പം ഡീറ്റെയിലിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ആ ഒരു ചാറ്റ് ജിപിറ്റി വെച്ച് ക്രിയേറ്റ് ചെയ്ത ഇമേജ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ഇനി മുതൽ ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചാറ്റ് ജിപിറ്റി ഇൻ്റഗ്രേഷൻ ഇമേജസ്
ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിരുന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയൊരു ചേഞ്ച് തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകളും അതോടൊപ്പം പ്ലേലിസ്റ്റും പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ആപ്പിലൂടെ കൊണ്ടുവന്നുണ്ട്. ആൻഡ് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ നൗ പ്ലേയിങ് ബാറും അതോടൊപ്പം കൺട്രോൾസും കൊണ്ടുവന്നുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഈ പറയുന്ന നൗ പ്ലേയിങ് ബാറും അതോടൊപ്പം ഓപ്ഷൻസിനുള്ളിൽ കൂടെ മ്യൂസിക്കിൻ്റെ ആർട്ട് കവർ കറക്റ്റായിട്ട് പോകുമ്പോൾ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യും. അതോടൊപ്പം ഞാൻ പൊക്കത്തേക്ക് പോകുമ്പോൾ ഇവിടെ ലൈബ്രറി, റേഡിയോ, ന്യൂ, ഹോം ആൻഡ് സെർച്ച് ബട്ടണാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഓപ്ഷനാണ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. ഞാൻ നമ്മുടെ ഒരു കോൾ പ്ലേയുടെ പാട്ട് സെർച്ച് ചെയ്യാണ്. ജസ്റ്റ് കോൾ പ്ലേ എന്ന് സെർച്ച് ചെയ്തു. കോൾ പ്ലേ എന്ന് സെർച്ച് ചെയ്തിട്ട് ഞാനൊരു പുതിയ പാട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. ഞാൻ മ്യൂസിക്കിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചു. ഞാൻ ഈ പറയുന്ന ഈ ഒരു പാട്ട് വെച്ചു. ഇവിടെ നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള ആർട്ട് കവർ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ട് കവർ നമുക്ക് ലോക്ക് സ്ക്രീനിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഫോൺ ലോക്ക് ചെയ്തു. ഈ പറയുന്ന ഫോണിൻ്റെ ഈ ഒരു മ്യൂസിക് കൺട്രോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഈ ലോക്ക് സ്ക്രീനിലേക്ക് മാറിയത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിലേക്ക് ആ ഒരു ആനിമേഷനും ഫുൾ സ്ക്രീനായിട്ടാണ് ഈ പറഞ്ഞ മ്യൂസിക് കൺട്രോൾസും വന്നിരിക്കുന്നത്. ഈ ഒരു ലോക്ക് സ്ക്രീനാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് iOS 26 ആപ്പിൾ മ്യൂസിക്കിൽ വന്ന ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഈ ഓരോ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെയും ഇൻഡെപ്ത് വീഡിയോ നമുക്ക് ചെയ്യാം. ഈ ഒരു iOS 26 ജസ്റ്റ് ഒരു പീക്ക് ലുക്കാണ് ഞാൻ ഇവിടെ തരാനായിട്ട് ശ്രമിച്ചത്. ഈ ഒരു വീഡിയോ ലെങ്തിയാണ് എനിക്കറിയാം, കാരണം കുറേയധികം ഓപ്ഷൻസ് ഞാനവിടെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇതിലും ഇൻഡെപ്തായിട്ട് പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. സോ ഇതേപോലെ iOS 26ഉം ബാക്കി എല്ലാ ആപ്പിളിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ജെബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.